ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കെട്ടിടത്തിന് ബോംബ് ഭീഷണി. ഇമെയിൽ വഴിയാണ് ഭീഷണി സന്ദേശം എത്തിയത്. ബോംബ് സ്ക്വാഡും പോലീസും സ്ഥലത്തെത്തിയെങ്കിലും സംശയാസ്പദമായ ഒന്നും കണ്ടെത്തിയില്ല. സഖാവ് പിണറായി വിജയൻ എന്ന ഐഡിയിൽ നിന്നാണ് BSEയിലേക്ക് ഭീഷണി ഇമെയിൽ ലഭിച്ചതെന്ന് മുംബൈ പോലീസ് പറഞ്ഞു. എസ് നന്ദഗോപൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. നന്ദൻ, വിശദാംശങ്ങൾ. നിഖിൽ, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ടവർ ബിൽഡിംഗിലെ 4 RDX IED ബോംബുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും ഉച്ചകഴിഞ്ഞ് 3 അവ പൊട്ടിത്തെറിക്കുമെന്നായിരുന്നു ഇമെയിൽ മുഖേനയുള്ള ഭീഷണി. സഖാവ് പിണറായി വിജയൻ എന്ന ഐഡിയിൽ നിന്നാണ് BSEയിലേക്ക് ഭീഷണി ഇമെയിൽ ലഭിച്ചതെന്ന് മുംബൈ പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേസമയം ബോംബ് സ്ക്വാഡും പോലീസും സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും സംശയാസ്പദമായി ഒന്നും തന്നെ അവിടെ കണ്ടെത്താനായിട്ടില്ല. വ്യാജ ബോംബ് ഭീഷണി സന്ദേശം സംബന്ധിച്ച് മാതാ രമാഭായ് അംബേദ്കർ മാർഗ് പോലീസ് സ്റ്റേഷനിൽ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 351, 353 അതേപോലെ തന്നെ അതിന്റെ വിവിധ ഉപവകുപ്പുകൾ പ്രകാരവും FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 1993 മാർച്ച് 12 മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കെട്ടിടത്തിന്റെ ബേസ്മെന്റിൽ ദാവൂദ് ഇബ്രാഹിം, അതേപോലെ തന്നെ ടൈഗർ മൈമൻ, യാക്കൂബ് മൈമൻ എന്നിവർ ചേർന്ന് നടത്തിയ കാർ ബോംബ് സ്ഫോടനത്തിൽ 50 പേർ കൊല്ലപ്പെടുകയും 28 നില കെട്ടിടത്തിന് സാരമായ കേടുപാടുകളും സംഭവിച്ചിരുന്നു. അതിനുശേഷം ഇങ്ങോട്ട് അതീവ സുരക്ഷയാണ് ഈ കെട്ടിടത്തിന് ഒരുക്കിയിട്ടുള്ളത്. CISF ആണ് ഈ കെട്ടിടത്തിന് സുരക്ഷ ഒരുക്കിയിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ ലഭിച്ച സന്ദേശം അത് വ്യാജമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. സഖാവ് പിണറായി വിജയൻ എന്ന ഐഡിയിൽ നിന്നുമാണ് ഇത്തരം ഒരു വ്യാജ ഇമെയിൽ സന്ദേശം BSEയിലേക്ക് ലഭിച്ചത്. ശരി, അതെ.